ഇന്ന് 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ വെള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ എന്റെ ഭാഷ എന്ന കവിതാഭാഗം പഠിക്കാം. മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആവിഷ്കാരമാണ് വെള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത. മാതൃഭാഷയ്ക്ക് പകരമാവില്ല മറ്റൊരു ഭാഷയും എന്ന സത്യം അസാധാരണമായ ആർജവത്തോടെ കവി നമ്മോട് പറയുകയാണ് ഈ കവിതയിലൂടെ. കവിതാഭാഗത്തേക്ക് കടക്കാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന, സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം ആദ്യമായി തത്തിക്കളിക്കുന്നത്, ആദ്യമായി പുറത്തേക്ക് വരുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ്. അതായത് കുഞ്ഞുങ്ങൾ ആദ്യം പറയുന്ന വാക്കുകളിൽ ഒന്നാണ് അമ്മ എന്നുള്ളത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ധാത്രിമാർ എന്ന് വെച്ചാൽ വളർത്തമ്മ എന്നാണ്. ധാത്രിമാർ എന്ന് വെച്ചാൽ വളർത്തമ്മമാർ എന്നാണ് അർത്ഥം. അപ്പൊ മനുഷ്യന് പെറ്റ അമ്മയെ പോലെ പ്രധാനമാണ് അവന്റെ മാതൃഭാഷ എന്നുള്ളത്. മറ്റുള്ള ഭാഷകളൊക്കെ കേവലം വളർത്തമ്മമാർ മാത്രമാണ് എന്നാണ് കവി പറയാൻ ശ്രമിക്കുന്നത്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. മാതാവിൻ വാത്സല്യ ദുഗ്ധം, ദുഗ്ധം എന്ന് വെച്ചാൽ പാൽ, ദുഗ്ധം എന്ന് വെച്ചാൽ പാൽ എന്നാണ് അർത്ഥം. പൈതങ്ങൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ, പൈതങ്ങൾ എന്നാൽ കുഞ്ഞുങ്ങൾ. അതായത് അമ്മയുടെ പാൽ കുടിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ പൂർണ്ണ വളർച്ച നേടൂ. അതുപോലെ തന്നെയാണ് അമ്മ പകർന്നു തരുമ്പോൾ മാത്രമാണ് അമൃതിന് പോലും രുചിയുണ്ടാകുന്നത്, അമൃത് പോലും രുചികരമായി അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് മാതൃഭാഷയും. മാതൃഭാഷയിലൂടെ അറിയുമ്പോൾ അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് ഏതറിവിനും മാധുര്യവും പൂർണ്ണതയും ഉണ്ടാവുക എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അപ്പോൾ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യമാണെങ്കിലും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ, ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതാൻ, അതായത് സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്കണം. വക്രത്തിൽ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്രം എന്നാൽ വായ അഥവാ മുഖം എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഏതൊരു വേദവും ശാസ്ത്രവും കാവ്യവും ഏതൊരാൾക്കും ശരിക്കും മനസ്സിലാകണമെങ്കിൽ, അതിന്റെ പൂർണ്ണ അർത്ഥവ്യാപ്തിയോടുകൂടി മനസ്സിലാക്കി എടുക്കണമെങ്കിൽ സ്വന്തം ഭാഷയിലായിരിക്കണം പകർന്നു നൽകേണ്ടത്. അത് മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് ഏതു വിഷയവും ഹൃദയത്തിൽ പതിയും വിധം പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നുമുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. ഹൃദ്യം എന്ന് വെച്ചാൽ മനോഹരം എന്നാണ് അർത്ഥം. ശീകരം എന്ന് വെച്ചാൽ വെള്ളത്തുള്ളി, ശീകരം വെള്ളത്തുള്ളി. ചിത്തതാരിൽ, ചിത്തം എന്ന മനസ്സ്, ചിത്തം മനസ്സ് എന്നാണ് അർത്ഥം. ബഹിർഭാഗം എന്ന് വെച്ചാൽ പുറം ഭാഗം. മാതൃഭാഷയിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന, അതായത് മാതൃഭാഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു തുള്ളിയോളം അറിവ് പോലും ഏറെ ഹൃദ്യമാണ്. മറ്റേതൊരു ഭാഷയിൽ നിന്ന് ലഭിക്കുന്ന അറിവാണെങ്കിലും അത് പുറംഭാഗം മാത്രം തിളങ്ങി നിൽക്കുന്ന മുത്തുകൾ പോലെയാണ്. മറ്റേതൊരു ഭാഷയിൽ നിന്ന് ലഭിക്കുന്ന അറിവും പുറംഭാഗം മാത്രം തിളങ്ങി നിൽക്കുന്ന മുത്തുകൾ പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് അത്രയധികം ആഴത്തിൽ പതിയുകയില്ല. നമ്മുടെ ഉള്ളിലേക്ക് അത്രയധികം ആഴത്തിൽ പതിയണമെങ്കിൽ, അത് അതിൻ്റെതായ അർത്ഥവ്യാപ്തിയോടുകൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ഒരു തുള്ളിയോളം അറിവ് പോലും നമുക്ക് ഏറെ ഹൃദ്യമായിട്ട് മാറണമെങ്കിൽ മാതൃഭാഷയിൽ തന്നെ നമ്മൾ അത് കേൾക്കണം, അല്ലെങ്കിൽ മാതൃഭാഷയിൽ തന്നെ നമ്മൾക്കത് പകർന്നു കിട്ടണം എന്നാണ് കവി പറയുന്നത്. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതി പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. ഇപ്പൊ സ്വകീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായവർ എന്നാണ് അർത്ഥം. കൈരളി എന്ന് വെച്ചാൽ മലയാളം, കൈരളി ഇവിടെ മലയാളം എന്നാണ് അർത്ഥം. പാടവഹീന എന്ന് വെച്ചാൽ സാമർഥ്യമില്ലാത്തവൾ, കഴിവുകെട്ടവൾ എന്നെല്ലാമാണ് അർത്ഥം. അപ്പൊ പാടവഹീനയെന്നാർ പറയും എന്നാണ് കവി ചോദിക്കുന്നത്. അതായത്
ആദിമകാവ്യമായ രാമായണം, പഞ്ചമവേദം എന്ന് പ്രശസ്തമായ മഹാഭാരതം, ഉപനിഷത്തുകൾ, നീതിശാസ്ത്രങ്ങൾ തുടങ്ങി ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കി കൊടുത്ത നമ്മുടെ മാതൃഭാഷയായ മലയാളം കഴിവില്ലാത്തവളാണെന്ന്, പാടവഹീനയാണെന്ന് ആർക്കാണ് പറയാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നു. ബുദ്ധിമാന്മാരെ സ്വഭാഷാ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്വിൻ, ആലസ്യത്തിന് നിവാപാമ്പു നൽകുവിൻ, ഫാലത്തിലോലും വിയർപ്പിനാലെ. യത്നം എന്ന് വെച്ചാൽ പരിശ്രമം. യത്നം എന്ന വാക്കിന്റെ അർത്ഥം പരിശ്രമം എന്നാണ്. നിവാപാമ്പു എന്ന് വെച്ചാൽ ഉദകക്രിയയ്ക്കുള്ള ജലം. ഫാലം നെറ്റി. സ്വഭാഷതൻ തറവാട്ടിൽ, അതായത് ഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സ്വത്ത് കൂടുതൽ വളർത്തിയെടുക്കുന്നതിനായിട്ട് യത്നം ചെയ്യൂ, പരിശ്രമിക്കൂ എന്നാണ് കവി പറയുന്നത്. തുടർന്ന് കവി പണ്ഡിതന്മാരോട്, ജ്ഞാനികളോട് പറയുന്നത് ഇങ്ങനെയാണ്. കവി ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ്: അലസത വെടിഞ്ഞ് മാതൃഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കൂ. മാതൃഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കൂ എന്നാണ് കവി പറയുന്നത്. ഏറെ വാക്കെന്തിനു, നാളെ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. കേടറ്റൊരൗദാര്യ ശീലത്തിലെന്നെ കേളികേട്ടുള്ളവർ കേരളീയർ. പാണ്ഡിത്യ ഭിക്ഷ എന്ന് വെച്ചാൽ അറിവാകുന്ന ഭിക്ഷ എന്നാണ് അർത്ഥം. ഗൃഹാങ്കണം വീട്ടുമുറ്റം. കേടറ്റ എന്ന് വെച്ചാൽ കേടില്ലാത്ത എന്നാണ്. മലയാള ഭാഷയാകുന്ന വീട്ടുമുറ്റത്ത് അറിവ് തേടി വരുന്നവർക്ക് അവരുടെ ഭാണ്ഡം നിറയെ വിജ്ഞാനം നിറച്ച് തിരിച്ചു പോകാൻ കഴിയും വിധം മലയാള ഭാഷ അറിവിന്റെ ഭണ്ഡാരമായി മാറണമെന്നാണ് കവി പറയുന്നത്. അത്രയേറെ അറിവുകൾ, അത്രയേറെ വിജ്ഞാനം മലയാള ഭാഷയിൽ ഉണ്ടാവണം എന്ന് കവി പറയുകയാണ്. അതായത് അറിവ് തേടി വരുന്നവർക്ക് വേണ്ടുവോളം അറിവ് നൽകാൻ നമ്മുടെ ഭാഷയ്ക്ക് കഴിയണം. അതായത് ഉദാരശീലത്തിന് എന്നും പേരുകേട്ടവരാണ് മലയാളികൾ. ആ ഔദാര്യം അറിവ് പകർന്നു നൽകുന്നതിലും ഉണ്ടാവണമെന്ന് കവി പറയുകയാണ്. അതുകൊണ്ട് തന്നെ മാതൃഭാഷയെ സമ്പന്നമാക്കാനാണ് പണ്ഡിതരോട് കവി പറയുന്നത്. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളുടെ ലിങ്കും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.